ഒത്തിരി പേഷ്യൻസിനെ കാണാറുണ്ട് സ്പീച്ച് ഡിലേ ആയിട്ട്. അപ്പോൾ ആ സ്പീച്ച് ഡിലേ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? സ്പീച്ച് ഡിലേ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ആൺകുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സ്പീച്ച് ഡിലേ കാണാറ്. നമ്മൾ പലപ്പോഴും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള ഓട്ടിസമോ അല്ലെ വേറെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഡിലേൻ്റെ പാർട്ടായിട്ട് വന്ന സ്പീച്ച് ഡിലേ എന്ന് മനസ്സിലാവുന്നത്. സോ ഒരു ചെറിയ സ്പീച്ച് ഡിലേ പോലും ഇഗ്നോർ ചെയ്യരുത് എന്നത് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. നമ്മൾ കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ ഒത്തിരി ഡോക്ടേഴ്സ് തന്നെ കൗൺസിൽ ചെയ്തിട്ട് 1 2 വർഷം കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് എല്ലാ ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സ്പീച്ച് ഡിലേ ആയിട്ട് പോലും പാരൻറ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേഷൻ അസസ്മെൻറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് എനിക്ക് സജഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ പീഡിയാട്രീഷ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 16 to 30 month ആകുമ്പോൾ ചാറ്റ് പോലുള്ളത് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു സ്ക്രീനിങ് ടൂള് പീഡിയാട്രീഷ്യൻസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ സ്പീച്ച് ഡിലേ ആണ് അതൊരു ഫസ്റ്റ് സൈൻ ആയിരിക്കാം അത് ഓട്ടിസത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏർലി ഇൻ്റർവെൻഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏർലി ഇൻ്റർവെൻഷൻ വഴി ഒത്തിരി ചേഞ്ചുകൾ കൊണ്ടുവരാൻ പറ്റും. ഈവൻ അതൊരു ഐസൊലേറ്റഡ് സ്പീച്ച് ഡിലേ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും നമ്മൾ ഇഗ്നോർ ചെയ്യാണ്ട് നമുക്ക് സ്പീച്ച് സ്റ്റിമുലേഷനുള്ള കാര്യങ്ങളും അതുപോലെ സ്പീച്ച് തെറാപ്പിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.